ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ആസ് എ ഒരു ക്രിക്കറ്റ് പ്ലെയർ എന്ന നിലയ്ക്ക് എനിക്ക് ഇന്നൊരു ചാൻസ് കിട്ടിയത്. അറിയാലോ, കേരളത്തിലെ ഇപ്പോൾ അത്യാവശ്യം നല്ല ഒരു വലിയ ടൂർണമെൻറ്റാണ് KCL, കേരള ക്രിക്കറ്റ് ലീഗ്. അപ്പോൾ അതിൽ ട്രിവാൻഡ്രം റോയൽസ് അപ്പോൾ അവർ നമ്മളെ സെൻറ്റ് സേവിയേഴ്സ് ഗ്രൗണ്ടിൽ നെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവരുടെ നെറ്റ് ബോളറായിട്ട് വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ വിളിക്കാനായിട്ടുണ്ടായ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ കോച്ച് അജീഷ് നമ്മളെ ട്രിവാൻഡ്രം റോയൽസിലാണ് കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടും കൂടി നമുക്കൊരു അവസരം കിട്ടി. എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം നല്ല വലിയ വലിയ പ്ലേയേഴ്സിനെതിരെയൊക്കെ നമുക്ക് ബോൾ ചെയ്യുമ്പോൾ നമ്മളുടെ കുറവുകൾ എന്താണ്, നമ്മൾ എവിടെയൊക്കെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നും എന്നൊക്കെ ഉള്ള നമുക്ക് കുറേ ഐഡിയാസ് കിട്ടും. അപ്പം ഒരു എക്സ്പീരിയൻസ് ആണ് അതൊക്കെ. ആസ് എ ഒരു കേരളത്തിൽ കളിക്കുന്ന ഒരു ക്രിക്കറ്റ് പ്ലെയർ എന്ന നിലയ്ക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ആഗ്രഹമായിരിക്കും, ലെതർ ബോളിൽ കളിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ആഗ്രഹമായിരിക്കും KCL ടൂർണമെൻറ്റ് കളിക്കണമെന്നൊക്കെ ഉള്ള. ഭാഗ്യമുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും കളിക്കാൻ പറ്റും. നോക്കാം, നമ്മളുടെ ഒരു ഹാർഡ് വർക്കൊക്കെ ആ രീതിക്ക് എത്തിയാൽ കളിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. കിട്ടട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. എന്നാലും ക്രിക്കറ്റ് കളി നമ്മൾ എൻജോയ് ചെയ്യണം. അപ്പോൾ എന്തായാലും എനിക്കിന്നൊരു ചാൻസ് കിട്ടി. അപ്പോൾ പോയി നമുക്ക് ഓരോ പ്ലേയേഴ്സിനൊക്കെ പരിചയപ്പെട്ട് നമുക്ക് നെറ്റ് ചെയ്യാൻ പോകും. വിഷ്ണു വിനോദ്, വേർ ഈസ് മൈ കോച്ച്? മൈ കോച്ച്. ലെവല് KCL ഗ്രൗണ്ട് ഇതുപോലെയൊക്കെ ഒന്നല്ലേ? ഗായ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്ന സെൻറ്റ് സേവിയേഴ്സ് KCL ഗ്രൗണ്ടിലാണ്. ഇപ്പോൾ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഒരു ഓപ്പൺ നെറ്റ്സിൽ എറിയാൻ തന്നെ ഒരു അവസരം കിട്ടുന്നത്. അപ്പോൾ അവിടെ ബാറ്റ് ചെയ്യാൻ നിൽക്കുന്നത് വിഷ്ണു വിനോദാണ്. അറിയാലോ, മുംബൈ ഇന്ത്യൻസിൽ കളിച്ചിട്ടുള്ളൊരു പ്ലെയറാണ്. അപ്പോൾ ആ പുള്ളിക്കൊക്കെ എതിരെ ഒരു എറിയാനായിട്ട് തന്നെ ഒരു അവസരം കിട്ടുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ എന്തായാലും പോയി നെറ്റ്സ് ചെയ്തിട്ട് വരാം. ഈ ഗൈസ്, ഇപ്പോൾ നമ്മളെ കൂടെ ഉള്ളത് വിഷ്ണു വിനോദാണ്. എനിക്ക് പുള്ളിക്കാരൻ ഞാൻ ബിഗ് ഫാനാണ്. കാരണം മുംബൈയിൽ കളിച്ചൊരു പ്ലെയറാണ്. ഞാൻ അറിയാമല്ലോ മുംബൈ ഫാനാണെന്നുള്ള കാര്യം. ആദ്യം അത് ചോദിക്കണം, മുംബൈയിൽ കളിച്ച എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കൊരു ഫാമിലി പോലെയാണ് അവിടെ ഫീൽ ചെയ്യുന്നത്. ആണെന്നുണ്ടെങ്കിൽ ഞാൻ കളിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഫ്രാഞ്ചൈസി എനിക്ക് മുംബൈ ആയിട്ടാണ് തോന്നിയത്. ഓക്കെ, നമ്മളിപ്പം ഓരോ മാച്ച് ഇങ്ങനെ നടക്കുമ്പോഴും ബ്രോ മലയാളിയായ നിങ്ങളുണ്ടോ എന്ന് നമ്മളിങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ 3 മാച്ച് ബ്രോയ്ക്ക് കിട്ടിയല്ലേ? ഒരുപാട് സന്തോഷം. അതിൽ ഏതൊരു കളി നല്ലൊരു കളിക്കാൻ പറ്റിയല്ലോ? ഒരു 30 അടിച്ചു. പിന്നെ മറ്റേ കൊല്ല സീലേഴ്സുമായിട്ടുള്ള കളി അവിടെ നിന്ന് കളി കണ്ടിട്ടുണ്ടായിരുന്നു. അടിച്ച് സച്ചിൻ നിങ്ങളും കൂടി കളിച്ച കളി. ഇപ്പം ഈ ട്രിവാൻഡ്രത്തിലോട്ട് വന്നപ്പം എന്ത് തോന്നുന്നു? കഴിഞ്ഞ 2 കൊല്ലമായിട്ട് KCL കളിക്കുന്നുണ്ട്. എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ പ്ലേയേഴ്സിനാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിലോട്ട് കളിക്കാനുള്ള നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതൊക്കെ കുറെ നമ്മുടെ ഫ്രാഞ്ചൈസി എല്ലാം വരുന്നുണ്ട്. എല്ലാ ടീമിന്റെയും ഫ്രാഞ്ചൈസി ഇവിടെ വന്നിട്ട് പ്ലേയേഴ്സിനെ കാണുന്നുണ്ട്. അങ്ങനെയാണ് കഴിഞ്ഞ മുമ്പത്തെ കൊല്ലാണെങ്കിൽ വിഘ്നേഷിനാണെങ്കിൽ ചാൻസ് കിട്ടി. അതുപോലെ നമ്മുടെ കുറെ പ്ലേയേഴ്സ് ഓരോ ടീമിന്റെ കൂടെ ഇപ്പോൾ നെറ്റ് ബോളേഴ്സ് ആയിട്ടൊക്കെ പോകുന്നുണ്ട്. ഇനി വരുന്ന വർഷമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ പ്ലേയേഴ്സ് IPL-ലോട്ടൊക്കെ വരുന്നു. ഓക്കെ, എന്തായാലും അടിപൊളി ബ്രോ. എന്തായാലും കപ്പടിയും നമ്മുടെ നാടാണ്. പിന്നെ ബ്രോയ്ക്കെതിരെ നെറ്റ്സിൽ അറിയാൻ പറ്റിയ ഒരു ഭാഗ്യമാണ്. താങ്ക് യു ബ്രോ. താങ്ക് യു. ഗൈസ്, ഇത് നമ്മളെ ട്രിവാൻഡ്രം ടീമിലെ ഭരത്താണ്. കിടിലൻ ബാറ്റ്സ്മാനാണ്. എനിക്ക് 2 അടി അങ്ങ് പോയി റേഞ്ചിൽ. എവിടെ ഒരു സ്വന്തം സ്ഥലം? ഇപ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്ത് എവിടെ? ഓക്കെ, അപ്പം ഇപ്രാവശ്യം ട്രിവാൻഡ്രം കപ്പടിക്കും എന്നുള്ളതിൽ എനിക്ക് പൂർണ്ണ കോൺഫിഡൻസ് ഉണ്ട്. കാരണം എല്ലാം ട്രിവാൻഡ്രംകാരാണ്. വേറെ നാട്ടിൽ കിടന്ന് ഇനി പെയ്യുക ഉണ്ടാവണ്ടല്ലോ, അങ്ങനെ ട്രിവാൻഡ്രം ജയിക്കണ്ടല്ലോ എന്നുള്ള. എന്തായാലും അടിപൊളിയാണ്. എന്താ എങ്ങനെ പോകുന്നു പ്രാക്ടീസ് ഒക്കെ? നല്ല ഇന്റൻസിറ്റിയോടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. എല്ലാം നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ്. ട്രിവാൻഡ്രം ബെൽറ്റ് ആകുമ്പോൾ അതിനൊരു ബോണ്ട് വേറെ ആയിരിക്കും. അതെ. ഇതാണ് നമ്മളെ ട്രിവാൻഡ്രം റോയൽസിന്റെ ക്യാപ്റ്റൻ കിച്ചു ബ്രോ. എങ്ങനെ പോകുന്നു? അടിയൊക്കെ ഞാൻ കണ്ടു, സെറ്റാണ്. നമ്മളെ നാടാണ് ട്രിവാൻഡ്രം. അപ്പോൾ കപ്പടിച്ചിരിക്കും. പിന്നെ കപ്പടിക്കാൻ ഇറങ്ങണേ. ബൈക്കാണല്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെയുണ്ട് ട്രിവാൻഡ്രം? ഇതിനും വന്നിട്ടുണ്ടോ? ഞാൻ 9 കൊല്ലമായിട്ട് ഇവിടെ ഉണ്ട് പ്രാക്ടീസും കാര്യങ്ങളും. എൻ്റെ ക്രിക്കറ്റ് കരിയർ തന്നെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരുടെയും ക്രിക്കറ്റ് കരിയർ ചോദിക്കുന്നവരെല്ലാം ട്രിവാൻഡ്രത്തുണ്ട്. പക്ഷേ ട്രിവാൻഡ്രത്തുണ്ടായിട്ട് ഞാൻ ഇതുവരെ ആ ഒരു ഏരിയയിലോട്ട് പോയിട്ടില്ല. ഞാൻ പണ്ട് പോയിട്ടുണ്ട്, ഞാൻ ബിജു സാറിൻ്റെ അവിടെ. പക്ഷെ അന്ന് മറ്റേ കൂട്ടത്തിൽ കിടന്നുള്ള പ്രാക്ടീസാണ്. ബിസാനോടെ തുടക്കം ആണല്ലേ? എനിക്ക് കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തരണം.
പിന്നെന്ത് സ്റ്റിച്ചിൽ നിന്ന് ഇപ്പോൾ ടെന്നീസ് കളിയില്ലേ? ഉണ്ട്. ടെന്നീസ് ഇരിക്കുന്നതുകൊണ്ട് സ്റ്റിച്ച് ചുമ്മാ തിരിക്കാം അല്ലേ? കോച്ചിങ് വേണം എനിക്ക്. എന്നെ കോച്ച് ചെയ്യുന്നവരൊക്കെ കണ്ട ടീമിൽ കയറുന്നുണ്ട. എന്നെ കോച്ച് ചെയ്യുന്ന നിങ്ങൾ ഈ ടീമിൽ കയറും. ഓക്കെ അല്ലേ? ഹരിയാണ് അറിയുന്നത്. ഹരി വെൽ ബോളിംഗ്. ടെന്നീസിൽ നിന്ന് സ്റ്റിച്ചിലോട്ട് അറിയുമ്പോൾ എങ്ങനെയുണ്ട്? സൂപ്പർ. ഇപ്പോൾ എത്ര നാളെ സ്റ്റിച്ച് കളിച്ചിട്ട്? 2 വർഷമായി കാണും. അതിനുശേഷം ഇപ്പോഴാണ് അറിയുന്നത്. ടെന്നീസിൽ പിന്നെ എൻ്റെ ബോൾ ബുള്ളറ്റാണ്. കണ്ണിക്ക് തിരഞ്ഞെടുക്കാമോ? ഹേ ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അജീഷിനെ അറിയാം, എൻ്റെ കോച്ചാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ചെറുക്കൻ ട്രിവാൻഡ്രം റോയൽസ് ടീമിൽ കളിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ട്രിവാൻഡ്രത്തിന് കുറച്ചുകൂടി ഇഷ്ടമുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് അറിയാവുന്ന ഒരുപാട് ആൾക്കാർ, അതായത് ടെന്നീസിൽ നിന്ന് ലെതർ ബോളിൽ കളിച്ച് വന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ട്രിവാൻഡ്രം റോയൽസിൽ കളിക്കുന്നുണ്ട്. അജീഷ് ബ്രോ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളി ബ്രോ, സന്തോഷം. സ്വന്തം നാടിന് വേണ്ടി കളിക്കാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഫീലാണ് ഞാൻ. പിന്നെ അതുപോലെ കല്യാണം കഴിഞ്ഞേ ഉള്ളൂ. എന്തായാലും കൺഗ്രാറ്റ്സ്, ഹാപ്പി മാരീഡ് ലൈഫ്. അപ്പോൾ അതിൻ്റെ എല്ലാതായിട്ടുള്ള ഭാഗ്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ സംഭവം നമ്മളിത് നമ്മളെ കൊച്ചിക്ക് വേണ്ടി കളിച്ചപ്പോൾ ജേഴ്സി ഇവരുടെ ജേഴ്സി ഏകദേശം സിമിലർ ആണ്. രസമുണ്ട്. എന്തായാലും അജീഷ് ബ്രോ ഉള്ളതുകൊണ്ട് എനിക്ക് തന്നെ എന്തായാലും ട്രിവാൻഡ്രം സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വേറെ ടീമുകളുണ്ട് നമുക്ക്, കുഴപ്പമില്ല. അതെ, ഒരുപാട് നമ്മളെ ഫ്രണ്ട്സ് ഉള്ള വേറെ ടീമുകളുണ്ടെങ്കിലും അജീഷ് ബ്രോ അങ്ങനെ പോകുന്നു? പ്രാക്ടീസ് ഒക്കെ നല്ല പോകണം, നല്ല ഇപ്പോൾ പ്രിപ്പറേഷൻ നടക്കുവാണ്, നന്നായിട്ട് പോകുന്നത്. നല്ലൊരു ഫീലാണ്. എല്ലാ ടീം സെറ്റാണ്, എല്ലാ ഏരിയയിലും സ്ട്രോങ് ആണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഫീലുണ്ട്. അപ്പോൾ അത് സന്തോഷത്തിലാണ്. എന്തായാലും ഈ വർഷം നല്ല പെർഫോം ആണ്. നമ്മൾ കാണികളായിട്ട് അവിടെ ഉണ്ടാവും. എല്ലാ ഫാമിലിയോടെ പറഞ്ഞ കേട്ടോ, എല്ലാ ആൾക്കാരും പറഞ്ഞ കേട്ടോ, നമ്മളെല്ലാവരും പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ കോച്ചിന്റെ ബോൾ പിടിക്കും ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടാവും, പുറത്തൊരിക്കും. ഇനി അവിടെ അത് പറയണം. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ, കാരണം അവൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ആ കഷ്ടപ്പാടിലൂടെ വന്ന ഒരു പ്ലെയറാണ്. അതുകൊണ്ട് മീറ്റ് മിസ്റ്റർ രാഹുൽ, ലെഫ്റ്റി. നമ്മളൊക്കെ ഒരുമിച്ച് ടെന്നീസിൽ കളിച്ചുകൊണ്ടിരുന്ന പ്ലെയേഴ്സാണ്. അപ്പോൾ അവൻ ഓൾറെഡി അതിലൂടെ തന്നെ ലെതർ ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ടല്ലേ ട്രിവാൻഡ്രം റോയൽസ് വന്നതിന് ശേഷം? അടിപൊളി, ഉഗ്രൻ. പ്രാവശ്യം സ്വിംഗ് ഒക്കെ ഉണ്ടാവും? ഉറപ്പായിട്ടുണ്ടാവും. പിന്നെ പറഞ്ഞ എക്സ്പീരിയൻസ് പറ. കഴിഞ്ഞ പ്രാവശ്യം ഏത് ടീമിൽ? റിപ്പിൾസിലായിരുന്നു. ഇപ്പം ട്രിവാൻഡ്രത്തിലോട്ട് വന്നു. അപ്പോൾ ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കളിച്ചിട്ടുള്ള എൻ്റെ കോച്ചാണ് അല്ലേ അജീഷ്? അതെ. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ട്രിവാൻഡ്രം, പിന്നെ നമ്മളെ സ്വന്തം നാട് ട്രിവാൻഡ്രം. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് കളിക്കുന്ന കളിയാ, എറിയണം ഉറപ്പായിട്ടും. ഓ ഭയങ്കര അഗ്രസീവ് ആണ് കേട്ടോ. വിക്കറ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ 6 അടിച്ചാലും അവന് വ്യാപാണ്. എനിക്കൊരു ഇതുണ്ടേ. എന്തായാലും ഓൾ ദ ബെസ്റ്റ് കളിയാ ഉറപ്പായിട്ടും. Hey guys, this is Basil bro. നമ്മള് ടെക്നോ പാർക്കിന്റെ ഒരു ഞാൻ ബ്രോ എന്ന് കണ്ടിട്ടുണ്ട്. സംസാരിക്കാൻ പറ്റില്ല. എന്തായാലും ബ്രോ എങ്ങനെയുണ്ട് പോകുന്ന പ്രാക്ടീസ് ഒക്കെ? പക്ഷെ നമ്മളെ നാടിനെ ഉറപ്പായിട്ടും, കാരണം എൻ്റെ സെക്കൻഡ് ഹോം കൂടിയാണ് ട്രിവാൻഡ്രം. ആക്ച്വലി എനിക്ക് അത്രയും സ്പെഷ്യൽ പ്ലേസ് ആണ് ഇവിടെ. ഒരുപാട് എറണാകുളം പെരുമ്പാവൂരാണ്. ബട്ട് ദിസ് വൺ എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. അടിപൊളി. ഇപ്പം ബ്രോ അടിപൊളി പ്രാക്ടീസ്. CCL പ്ലെയർ ആണ് ഇവിടെ കോച്ച്, അസിസ്റ്റന്റ് കോച്ച് അല്ലേ? എങ്ങനെ പോകുന്നുണ്ടാ കോച്ചിങ്? എല്ലാം അടിപൊളിയായിട്ട് പോകുന്നത്. താടിയൊന്നും ഇല്ലാത്തപ്പോൾ പെട്ടെന്ന് ആളെ പെട്ടെന്ന് മനസ്സിലാവില്ല. നിങ്ങൾ ഇതും കൂടി മദൻ മോഹൻ ബ്രോ ഏകദേശം ഒരു എന്താ പറയാ 2 വർഷമായി താടി എടുത്തതിന് ശേഷം. ഇപ്പം ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇപ്പം ഷൂട്ടൊന്നുമില്ല. ഇനി എന്നാ CCL പ്ലേസ് നമ്മൾ തമ്മിൽ ഒരു കളിയുണ്ട്. കഴിഞ്ഞ തവണത്തെ ഒരു എന്താ പറയാ, കഴിഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ് CCL ടീം മാച്ചസ് ഉണ്ട്. ഇത്തവണ ജനുവരിക്ക് മുമ്പായിട്ട് ഉറപ്പായിട്ട് അടുത്ത ടൂർണമെന്റ് കാണും. നമ്മൾ ഇത്തവണ എന്തായാലും അടിച്ചു പൊട്ടിക്കും. കാരണം അന്ന് നമുക്ക് അത്ര വശമില്ലാത്ത പരിപാടിയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ല. നമ്മുടെ സിറ്റുവേഷൻ കളികൾ CCL ടീമിന്റെ വരട്ടെ, അതാണ് നമുക്ക് ആവശ്യം. നമ്മൾ നേരെ കാണാനുള്ള ഒരു അതേപോലെ തന്നെ ഇത്തവണ നമ്മൾ CCL നമ്മളെ KCL വളരെ ഉഗ്രൻ പ്രിപ്പറേഷൻ. അതെ, കാരണം അത് ഇപ്പൊ കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട് KCL. പിന്നെ ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ് ആയി. ഒരുപാട് പ്ലേയേഴ്സിന് ചാൻസസ് തരുന്നുണ്ട്. ഒരുപാട് നല്ല പ്ലാറ്റ്ഫോമാണ് ഇത്രയും പ്ലേയേഴ്സിനെ പെർഫോം ചെയ്യാനും ബാക്കിയില്ല. പിന്നെ ഇനിയും കുറച്ചുകൂടി ഫ്രാഞ്ചൈസി വന്നാൽ ഒരുപാട് ആൾക്കാർ കൂടി ഉറപ്പായിട്ടും അവസരം കിട്ടും. എന്തായാലും മദൻചേട്ടൻ ട്രിവാൻഡ്രം, എല്ലാവരും ട്രിവാൻഡ്രം ആണ്. നമ്മൾ സപ്പോർട്ട് ട്രിവാൻഡ്രമാണ്. പ്ലേയേഴ്സ് മോസ്റ്റ് ഓഫ് പ്ലേയേഴ്സ് ട്രിവാൻഡ്രം. പക്ഷേ നമ്മളെല്ലാ കേരളക്കാരാണ്. പക്ഷെ നമ്മൾ ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സ്നേഹമാണ്. കാരണം നമ്മൾ ജനിച്ച നാട്. എപ്പോഴെങ്കിലും ഒരിക്കൽ ഈ ഒരു ടീമിൽ കളിക്കാൻ ഒരു ഭാഗ്യം കിട്ടട്ടെ എനിക്ക്. ഉറപ്പായിട്ടും. നല്ല കട്ട് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. 10-30 ഡിഗ്രി ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഓരോ സ്ഥലം ഇവിടെ തന്നെ എറണാകുളം കളിക്കുമ്പോൾ എറണാകുളത്തിന്റെ സ്നേഹമൊന്നും വയ്ക്കരുത്. ഇങ്ങനെ അതെ, അടിപൊളിയായിട്ട് പോകുന്നു. എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് പോകുന്നു. പ്രിപ്പറേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ടീമൊക്കെ അടിപൊളിയാണ്. ഒരേ വൈബാണ്.
നാടാണ് ട്രിവാൻഡ്രം. നമ്മളവിടെ ഉണ്ടാവും, നമ്മളവിടെ എന്തായാലും ഉണ്ടാവും. ഇപ്പം നമ്മളിവിടെ ഉള്ളത് അക്ഷയ് ട്രിവാൻഡ്രം റോയൽസിലെ പ്ലെയറാണ്. അപ്പോൾ ഞാൻ ബോളിംഗ് കണ്ടായിരുന്നു ബ്രോയുടെ, നല്ല ടേൺ ബോളാണ് കേട്ടോ. ഇപ്പോൾ ബാറ്റിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം സ്ഥലം ഇപ്പോൾ എവിടെയാണ്? കൊല്ലം, സ്വന്തം സ്ഥലം കൊല്ലം. കൊല്ലം. അതെ. ഓ, കൊല്ലത്തിന് വേണ്ടിയിട്ട് കളിക്കുമ്പോൾ ഒരു ഇതുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലില്ല, നമ്മള് ഇത് നമ്മുടെ കൂടെ കളിച്ചവരായി, ടീമിലുള്ള 16 പേരും കുറെ വർഷങ്ങളായിട്ട് കൂടെ കളിക്കുന്നവരാണ്. അപ്പോൾ നമ്മളെല്ലാം അതുപോലെ ഫ്രണ്ട്സാണ്. അപ്പോൾ അങ്ങനത്തെ സീനുകളൊന്നുമില്ല. എൻ്റെ കോച്ചിന് ഞാൻ നെറ്റ്സിൽ ബോൾ എറിയാൻ വേണ്ടി പോവുകയാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം റോയൽസിൻ്റെ നെറ്റ്സ് ബൗളിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. എല്ലാ ആൾക്കാരും ഭയങ്കര ജിൽ നിൽക്കുകയാണ്. എല്ലാവരും ഭയങ്കര കോൺഫിഡൻസ് ആണ്. നമ്മളെ ട്രിവാൻഡ്രം റോയൽസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മൾ ട്രിവാൻഡ്രംകാരാണ്. അല്ല, നമ്മളല്ല, ഞാൻ ട്രിവാൻഡ്രംകാരനാണ്. അപ്പം ഒരിഷ്ടമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കോച്ച് അജീഷ് അതിൽ കളിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷം. പിന്നെ മുംബൈയിൽ കളിച്ച വിഷ്ണു വിനോദ് പുള്ളിയുണ്ട്. പുള്ളിയെടുത്ത് സംസാരിച്ചു. ഈ വീഡിയോയിൽ ഉള്ളതല്ലാതെ ഞാനല്ലാതെ പേഴ്സണലി കുറേ കാര്യങ്ങൾ ഞാൻ ചോദിച്ചു. പുള്ളിയുടെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ പുള്ളി ഭയങ്കര കൂളായിട്ട് സംസാരിച്ച്. പുള്ളി നമ്മളെ വീഡിയോസ് കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. പിന്നെ അത്രയും വലിയ ഒരു കിടിലൻ ബാറ്റ്സ്മാനെതിരെ ബോൾ ചെയ്യാൻ പറ്റി. അതൊക്കെ തന്നെയാണ് ഞാൻ ക്രിക്കറ്റിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അങ്ങനെയൊക്കെ അപ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ അങ്ങനെ അത്ര നല്ല പ്ലേയേഴ്സിനെതിരെ എറിയുമ്പോൾ എവിടെയൊക്കെയാണ് നമുക്ക് പാളിച്ചുകൾ വരുന്നതെന്നൊക്കെ ഉള്ള ഓരോരോ ലെസൺസ് നമ്മൾ പഠിക്കും. പിന്നെ എല്ലാ ആൾക്കാരും ഭയങ്കര കോൺഫിഡൻസ് ആണ്. അവരുടെ പ്രാക്ടീസ് പക്കറ്റ് മുടങ്ങാതെ എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ ഹാപ്പിയാണ്. അത് നമ്മൾ ഈ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് അത്രയും വലിയ നല്ല പ്ലേയേഴ്സ്, എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെതിരെയൊക്കെ നമുക്ക് എറിയാൻ ഒരു ബോൾ കിട്ടുന്നത് തന്നെ ഭയങ്കര ഭാഗ്യമായിട്ട് കാണുന്ന ഒരാളാണ്. അപ്പോൾ കുറേ നല്ല നല്ല അടിയൊക്കെ അടിച്ച് റേഞ്ച് വിട്ടിട്ട് അടിയൊക്കെ അവർ എന്ത് ഈസി ആയിട്ടാണ് അടിക്കുന്നതെന്ന് അറിയാമോ? കൊള്ളാം. എന്തായാലും എന്നാലും എനിക്ക് എന്നാൽ കഴിയുന്നതും കുറച്ച് ബോളൊക്കെ ഡോട്ട് ചെയ്യാനൊക്കെ പറ്റി. അതൊക്കെ തന്നെ നമുക്ക് ഒരു ബോൾ തന്നെ ഡോട്ടാവുന്നത് തന്നെ ഒരു 5 വിക്കറ്റ് കിട്ടുന്നതിന് തുല്യമാണ് എനിക്ക്. എല്ലാവരും കൊച്ചൊക്കെ എൻ്റെ കൊച്ച് അജീഷൊക്കെ ഭയങ്കര ഫുൾ പ്രാക്ടീസിലാണ്. അവരുടെ ടീമെല്ലാം നല്ല ഒരു വൈബാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കൂടുതലും എനിക്ക് തോന്നിയത് ട്രിവാൻഡ്രംകാരൊക്കെയാണ് കൂടുതലും ഉള്ളത്. പിന്നെ കൊല്ലം, എറണാകുളം, മലപ്പുറം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒരു കട്ട വൈബായി സിങ്കായിട്ട് എല്ലാം സെറ്റാണ്. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ് ട്രിവാൻഡ്രം റോയൽസ്. കപ്പടിച്ചെടുക്കുക.